നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 3. അങ്ങനെ തുടർച്ചയായി ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടം തുടരുവാനായെങ്കിലും ഇന്നത്തെ നേട്ടത്തിന്റെ ഭൂരിഭാഗം പോയിന്റുകളും ചോർന്നു പോകുവാനും ഇടയായി. എങ്കിലും വീക്ക്ലി ബേസിസിൽ നിഫ്റ്റിക്കും സെൻസെക്സിനും 1.3% നേട്ടവും കൈവരിക്കുവാനായി. ഇതിനെ തുടർന്ന് തുടർച്ചയായി ഇത് നാലാമത്തെ ആഴ്ചയിലും വീക്ക്ലി ബേസിസിൽ നേട്ടത്തോടുകൂടി തന്നെ സെൻസെക്സിനും നിഫ്റ്റിക്കും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല മെയ് മാസം 7-ാം തീയതിക്ക് ശേഷം അഥവാ 2 മാസത്തിലേറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും നിഫ്റ്റിക്ക് 24,300 എന്ന ലെവൽ മറികടന്നുകൊണ്ട് മുൻപോട്ട് പോകുവാനുമായി. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ ഒരു നേട്ടത്തിലേക്ക് നയിച്ചതെന്നും അതേസമയം എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ മാർക്കറ്റിന്റെ നേട്ടങ്ങൾ ഭൂരിഭാഗവും ചോർന്നു പോയതെന്നും വിശദമായി തന്നെ ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ശക്തമായ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. മാത്രമല്ല ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലെയും ഡേ ഹൈയും. തൽഫലമായി ഇന്ന് 24,378 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് നേരിടേണ്ടതായിട്ട് വന്നു. പിന്നീട് മാർക്കറ്റിലുണ്ടായ ഇടിവിനെ തുടർന്ന് 24,252 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തൽഫലമായി 2 മാസങ്ങൾക്ക് ശേഷം നിഫ്റ്റിക്ക് 95 പോയിന്റുകളുടെ നേട്ടമാണെങ്കിൽ കൂടിയിട്ടും അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 261 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും അതേസമയം ബാങ്ക് നിഫ്റ്റി ഇന്നും പുറകോട്ട് നിൽക്കുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ടും സാധിക്കുക. ബാങ്ക് നിഫ്റ്റിക്ക് 93 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി ക്ലോസിംഗും രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും ഇന്ന് 1635 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടിയും അതേസമയം 1366 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. HCL ടെക്നോളജീസ്, മാക്സ് ഹെൽത്ത് കെയർ, ബജാജ് ഫിൻസർവ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, ഡോക്ടർ റെഡ്ഡീസ് ലാബ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ ആക്സിസ് ബാങ്ക്, M&M, SBI, L&T, ടെക് മഹേന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. നിഫ്റ്റി റിയാലിറ്റിക്ക് ഇന്ന് ടോപ്പ് ഗെയിനിങ് സെക്ടറായിട്ട് മാറുവാനുമായി ഏകദേശം 2% നേട്ടം കൈവരിച്ചുകൊണ്ട് അതേസമയം നിഫ്റ്റി ITക്ക് ഇന്നലെ ഉണ്ടായ 4.25% നേട്ടത്തിന് ശേഷം ഇന്നും നേട്ടം തുടരുവാനായി 1.83% നേട്ടത്തോടുകൂടിയും നിഫ്റ്റി ഫാമയ്ക്ക് 1.69%, നിഫ്റ്റി മെറ്റലിന് 0.25% നേട്ടം കൈവരിക്കുവാനായപ്പോൾ ഇൻഫ്ര, FMCG, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ മേഖലകൾക്ക് ഇന്ന് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. അതേസമയം നിഫ്റ്റി എനർജിക്ക് 1.25%, ഓട്ടോയ്ക്ക് 0.39%, നിഫ്റ്റി മീഡിയയ്ക്ക് 0.5%, കൺസ്യൂമർ ഡ്യൂറബിൾസിന് 0.29% നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയും ചെയ്തു. തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിലെ നേട്ടത്തിന് ശേഷം ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾക്ക് ഫ്ലാറ്റ് ആയിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മിഡ് ക്യാപ്പിന് നേരിയ നഷ്ടത്തോടുകൂടിയും അതേസമയം സ്മോൾ ക്യാപ്പിന് നേരിയ നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. ഇന്ത്യൻ രൂപയ്ക്ക് ഈ ആഴ്ചയിലെ ആദ്യ 4 ട്രേഡിംഗ് സെഷനുകളിലെ തുടർച്ചയായിട്ടുണ്ടായിരുന്ന ശക്തമായ നഷ്ടങ്ങൾക്ക് ശേഷം ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 17 പൈസയുടെ നേട്ടത്തോടുകൂടി 95.22 എന്ന ലെവലിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. US നിന്നും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വീക്കറായിട്ട് വന്ന ജോബ് ഡാറ്റയെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച ഫെഡ് ചെയർമാന്റെ സ്പീച്ചിൽ ഡോവിഷ് ആയിട്ടുള്ള കമന്റ് വന്നെങ്കിൽ കൂടിയിട്ടും പുതുതായി ഇന്നലെ US നിന്നും റിലീസ് ചെയ്യപ്പെട്ട ജോബ് ഡാറ്റയുടെ ഫലമായി വീണ്ടും മാർക്കറ്റിൽ വരാനിരിക്കുന്ന ഫെഡ് പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനുള്ള സാധ്യതകൾക്ക് മങ്ങലേറ്റതിനെ തുടർന്ന് ഇന്ന് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിൽ തീപിടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. തുടർന്ന് ഇന്ന് ഗോൾഡ് ഫൈനാൻസ് സ്റ്റോക്കുകളിൽ ശക്തമായ റാലിയും പ്രകടമായിരുന്നു. ഇന്ന് പുറത്തു വന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇനി സെൻട്രൽ ഗവൺമെന്റിന്റെ ടെൻഡറിൽ 4 ചൈനീസ് കമ്പനികൾക്ക് കൂടി ടെൻഡറിൽ പങ്കെടുക്കുവാനായിട്ടുള്ള അനുമതി നൽകിയതിനെ തുടർന്ന് CG പവർ, ഹിറ്റാച്ചി എനർജി തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് 7.5% ഇടിവും ഇന്ന് അനുഭവപ്പെട്ടു. 738.61 കോടി രൂപയുടെ പുതിയ ഓർഡർ രാജസ്ഥാനിൽ നിന്നും ഇന്ത്യൻ ഹ്യൂം പൈപ്സിന് ലഭിച്ചതിനെ തുടർന്ന് സ്റ്റോക്കിൽ ഇന്ന് 5% ഉയർച്ചയും അനുഭവപ്പെട്ടു. എന്നാൽ 15,000 കോടി രൂപയുടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്ന് അദാനി എന്റർപ്രൈസസിന്റെ സ്റ്റോക്ക് പ്രൈസിൽ ഇടിവ് പ്രകടമായിരുന്നു. കാരണം നിലവിലെ പ്രൈസിൽ നിന്നും 9% ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് QIP പ്രഖ്യാപിക്കപ്പെട്ടതും. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ 1 ലക്ഷം കോടി രൂപയുടെ
പ്രൊക്യൂർമെന്റുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുത്തേക്കാമെന്നുള്ള റിപ്പോർട്ട്സ് പുറത്തു വന്നതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ ഡിഫൻസ് സ്റ്റോക്കുകളായ ഭാരതി ഇലക്ട്രോണിക്സ്, HAL തുടങ്ങിയ സ്റ്റോക്കുകളിൽ 2% ഉയർച്ചയും പ്രകടമായിരുന്നു. ഇനി നമുക്ക് തുടർച്ചയായി ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിനെ നേട്ടത്തിൽ തന്നെ തുടരുവാൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമായി തന്നെ പരിശോധിക്കാം. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ഗോൾഡിന്റെ വില ഇന്ന് ശക്തമായി ഉയരുവാൻ കാരണമാക്കിയ ഇന്നലെ US-ൽ നിന്നും വന്ന എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ലോവർ ലെവലിൽ വന്നിട്ടുള്ള ജോബ് ഡാറ്റ തന്നെയാണ് ജൂൺ മാസത്തെ. മാത്രമല്ല 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് ജോബ് ഡാറ്റ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. ആയതിനാൽ തന്നെ 2 ദിവസങ്ങൾക്ക് മുന്നേ ഫെഡ് ചെയർമാൻ കെവിൻ വാഷറിന്റെ ഡോവിഷ് ആയിട്ടുള്ള കമന്റുകളെ മറികടന്നുകൊണ്ട് മാർക്കറ്റിനും നിക്ഷേപകർക്കും പുതിയ ആത്മവിശ്വാസം തന്നെ ഈ ഡാറ്റ വഴിതെളിച്ചത് തന്നെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ ശക്തമായ നേട്ടത്തിലേക്ക് നയിച്ചതും. കാരണം US-ലെ ഇൻട്രസ്റ്റ് റേറ്റുകൾ ലോവറായിട്ട് നിലനിർത്തുകയാണെങ്കിൽ ഇന്ത്യ പോലുള്ള എമർജിംഗ് മാർക്കറ്റുകൾക്ക് ക്യാപിറ്റൽ ഫ്ലോ കൂടുതലായിട്ട് തന്നെ വരികയും ചെയ്യും. ഇതിന്റെ ഒരു പ്രതിഫലനത്തെ തുടർന്ന് തന്നെയാണ് ഇന്ന് ഇന്ത്യൻ IT മേഖലയ്ക്ക് തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനുകളിലെ ശക്തമായ നഷ്ടങ്ങൾക്ക് ശേഷം ഇന്നലെ ഉണ്ടായ ശക്തമായ നേട്ടം ഇന്നും തുടരുവാനായതും. ഇന്നലെ US മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ ശക്തമായ പോസിറ്റീവ്നെസ് ആയിരുന്നു അനുഭവപ്പെട്ടതും. ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷം ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി ഇന്നലെ 7.5% ഇടിവ് രേഖപ്പെടുത്തിയ കൊറിയൻ മാർക്കറ്റിൽ നിന്ന് 5.5% നേട്ടത്തോടുകൂടിയിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തത്. ഒന്നിലേറെ ദിവസങ്ങളായി പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കാണാറുണ്ടായിരുന്നു 24,200 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകുകയുള്ളെന്ന് ഇന്ന് അക്ഷരാർത്ഥത്തിൽ അത് സംഭവിക്കുകയും ചെയ്തു, ശക്തമായ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനെ തുടർന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ശക്തമായ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനെ തുടർന്ന് ഈ ലെവലിൽ നിന്ന് നിഫ്റ്റിക്ക് ഓപ്പൺ ആകാൻ സാധിച്ചതും ടെക്നിക്കലി മാർക്കറ്റിന് ഗുണം ചെയ്തു. ഇതിനെല്ലാം പുറമെ ഇന്നലെ 7.5% ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സിൽ നിന്ന് 4% ഇടിവോടുകൂടി 4.5 മാസങ്ങൾക്ക് ശേഷം വീണ്ടും 12 എന്ന ലെവലിന് താഴെയായിട്ട് 11.79 എന്ന ലെവലിലായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായതും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിൽ തുടരുവാൻ സഹായിച്ച കാരണങ്ങൾ തന്നെയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ മാർക്കറ്റിന്റെ നേട്ടത്തിന്റെ ഭൂരിഭാഗം പോയിന്റുകളും ചോർന്നു പോകുവാൻ ഇടയാക്കിയ കാരണങ്ങൾ മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ഈ ആഴ്ചയിൽ 3 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് തന്നെ നിഫ്റ്റിക്ക് ഏകദേശം 400-ലേറെ പോയിന്റുകളുടെ അഥവാ 1.3% നേട്ടം കൈവരിക്കുവാനായി. മാത്രമല്ല ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നപ്പോൾ തന്നെ സ്മാർട്ടായിട്ടുള്ള നിക്ഷേപകര് പ്രോഫിറ്റ് ബുക്കിംഗ് ശക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഹയർ ലെവൽസിൽ ഒരിക്കൽ പോലും മാർക്കറ്റിന് നിലനിൽക്കുവാനും സാധിക്കാതിരുന്നത്. എപ്പോഴൊക്കെ മാർക്കറ്റ് ഉയരുവാനായിട്ട് ശ്രമിക്കുന്നുവോ അന്നേരമൊക്കെ കനത്ത സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടു. ഇതിനെല്ലാം പുറമെ ഇന്ന് ബാങ്കിംഗ് മേഖലയിൽ തുടർന്ന ഇടിവും കൂടാതെ PSU ബാങ്ക്, എനർജി മേഖലയിൽ അനുഭവപ്പെട്ട ശക്തമായ പ്രഷറും മാർക്കറ്റിന്റെ നേട്ടത്തെ ചോർന്നു പോകാൻ തന്നെ ഇടയാക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 100 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതിനാൽ US മാർക്കറ്റുകൾക്ക് അവധിയാണ്. രാവിലെ നമ്മൾ കണ്ട പോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5% നഷ്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും ജർമ്മൻ മാർക്കറ്റ് 0.5% നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കൊമോഡിറ്റിയില് ബ്രെന്റ് ക്രൂഡിന്റെ വിലയില് നേരിയ ഉണർവ് അനുഭവപ്പെടുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ വിലയില് 0.5% ഇടിവാണ് അനുഭവപ്പെടുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെ വില $78.83 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $68.58 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വിലയില് 1.4% ഉയർച്ചയോടുകൂടി $4,180.24 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നെസ്ലെ ഇന്ത്യ സ്പെഷ്യൽ ഡിവിഡൻഡ് ആയിട്ട് ₹2 പെർ ഷെയർ നിലയിൽ ഇന്ന് കമ്പനി പ്രഖ്യാപിച്ചു. ജൂലൈ 10, 2026 ആണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നതും. ക്രിസ്റ്റൽ ഇന്റഗ്രേറ്റഡ് സർവീസസ് 27.6 കോടി രൂപയുടെ പുതിയൊരു കരാർ കമ്പനിക്ക് ലഭിച്ചു. ICIC ബാങ്ക് 2017 ശേഷം ബാങ്ക് തങ്ങളുടെ ആദ്യ ബെഞ്ച് മാർക്ക് $, ബോണ്ട് വിൽപ്പനയ്ക്ക് ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഓഫ്ഷോർ ബോണ്ടുകളിലൂടെ കുറഞ്ഞത് $500 മില്യൺ സമാഹരിക്കാനാണ് ബാങ്ക് ലക്ഷ്യമിടുന്നതും. HCL
ടെക്, യുഎസിലെ ഫോർച്യൂൺ 50 കമ്പനിയിൽ നിന്ന് $1.14 ബില്യൺ ഡോളറിന്റെ 5 വർഷത്തേക്കുള്ള കരാർ കമ്പനിക്ക് ലഭിച്ചു. മഹാരാഷ്ട്ര സീമിലസ് കമ്പനിയുടെ CFO ആയിരുന്ന ശ്രീ അരൂപ് മണ്ഡൽ 2026 ജൂലൈ 2 മുതൽ, അതായത് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ രാജിവെച്ചു. ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഉപസ്ഥാപനമായ എൻഡോക്സ് എനർജിക്ക് ഏകദേശം 40.9 കോടി രൂപയുടെ മൂല്യം വരുന്ന ഒരു സുപ്രധാന അന്താരാഷ്ട്ര കരാർ ലഭിച്ചു. ദീപക് ബിൽഡേഴ്സ് 548.7 കോടി രൂപയുടെ EPC കരാർ കമ്പനിക്ക് ലഭിച്ചു. ടാറ്റ പവർ മഹാരാഷ്ട്രയിൽ ടാറ്റ പവർ 100.8 മെഗാവാട്ട് ശേഷിയുള്ള ജേവാലി കാറ്റാടിപ്പാടം പദ്ധതി കമ്മീഷൻ ചെയ്തു. DCX സിസ്റ്റംസ് 34.79 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ ലഭിച്ചു. ഏവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.